ഹലോ ആൻഡ് വെൽക്കം ടു ബൈലിംഗൽ വിത്ത് സ്നേഹൻ. എന്റെ കൂടെ ഉള്ളത് എന്റെ ഗസ്റ്റ് ആനാണ്. അവള് കാനഡയിൽ ഇപ്പൊ 3 വർഷമായിട്ടുണ്ട്. ഡിപ്ലോമ കോഴ്സിന് വന്നാണ്. 18 വയസ്സായപ്പോൾ അവള് കാനഡയിൽ വന്നതാണ്. ഇപ്പൊ 3 വർഷമായി. സോ എനിക്ക് അവളുടെ ജേർണി എങ്ങനെയാണെന്ന് അറിയാനാണ് ഇന്ന് ഭയങ്കര ആഗ്രഹം. അതുപോലെ തന്നെ ഒത്തിരി പേര്, ഞാൻ കാനഡയിൽ 2013 വന്നിട്ടുണ്ട് സ്റ്റുഡന്റ് വിസയിൽ. അപ്പൊ ഒരുപാട് പേരോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് സ്റ്റുഡന്റ് വിസയ്ക്ക് വരുന്നത്, സ്റ്റുഡന്റ് വിസയ്ക്ക് വരുന്ന ഏജൻസിയൊക്കെ പറയുന്ന പോലെയാണോ കാര്യങ്ങൾ, ഇവിടെ വന്ന് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ആൻസർ, ഞാൻ ഇവിടെ 2 വർഷം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സ്, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിനാണ് ഇവിടെ വന്നത്. അപ്പൊ ഞാനിവിടെ ഒരു 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പോയി. അപ്പം എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ ഇവിടെ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കാനഡയിൽ ഇനി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒക്കെ കൂടിയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സോ വെൽക്കം ആൻ. സോ ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? ഹായ്, എൻ്റെ പേര് ആൻ. ഞാനിവിടെ വന്നിട്ട് 3 വർഷം, ചേച്ചി പറഞ്ഞ പോലെ. ഞാനിവിടെ പഠിച്ചത് ഡിപ്ലോമ ഡെവലപ്മെന്റൽ സർവീസ് കോഴ്സാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുവാണ്. കറന്റ്ലി വർക്ക് പെർമിറ്റിലാണ് ഞാനിപ്പോൾ. എന്തെങ്കിലും ഒരു കൾച്ചർ ഷോക്ക് അല്ലെങ്കിൽ സർപ്രൈസിങ് മൊമെന്റ് ആന് ഷെയർ ചെയ്യാനുണ്ടോ ഇവിടെ വന്നിട്ട്? ഞങ്ങൾ ഈ മൂവീസ് ഒക്കെ കാണുമ്പോൾ ഞാൻ കേട്ടിരിക്കുന്ന കാനഡക്കാർ ഭയങ്കര കൈൻഡാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷയിലാണ് വന്നത്. ഇവിടെ വന്ന കാനഡക്കാർ ഭയങ്കര കൈൻഡ് ആയിരിക്കും, എന്താ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് കയറി ഉടനെ, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഉടനെ എയർപോർട്ടിൽ പാസ്പോർട്ട് വെക്കാൻ നേരത്ത് അവിടെ പോയപ്പോ ഇവിടുത്തെ ഒരു കെനഡിയൻ മുള്ളി സ്ക്രീം ചെയ്ത് ഷൗട്ട് ചെയ്ത്, ഞാനിങ്ങനെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ കേട്ടിരുന്ന സ്ഥലത്താണ് ശരിക്കും ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. കർത്താവ്, ഇനി ഇവിടുന്ന് ഇങ്ങനെ തന്നെയാണോ, അതോ ഇനി ഒരു മാറ്റമെങ്കിലും വരുമോ? അതുകൊണ്ട് ഞാൻ ലൈക്ക് അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ഷോക്ക്. പിന്നെ കുറെ ഇന്ത്യ കൾച്ചറായിട്ട് കുറെ ഡിഫറെന്റ് ആണല്ലോ ഇവിടുത്തെ കൾച്ചേഴ്സ് ഒക്കെ. ഇവിടുത്തെ ടീനേജേഴ്സ് എല്ലാം ലൈക്ക് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇവര് പകുതി പേര് വൺ കൾച്ചർ ഷോക്ക് എനിക്ക് വന്നത്, ഇവിടെ എല്ലാം ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ലൈക്ക് ഒരു കുഞ്ഞു ജോലിയാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ചിലപ്പം ഞാനിപ്പോ ചെയ്യുന്ന ജോലി കാലം കൂടുതലായിരിക്കും അവരൊക്കെ ഏൺ ചെയ്യുന്നവരെ. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യം. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. കുറെ കാര്യങ്ങളില് ലൈക്ക് ഇതിങ്ങനെയാണെന്നൊക്കെ അത് ചെയ്തവർ കളയും. അങ്ങനെയല്ല ഇവിടെ. എല്ലാവർക്കും ഒരു റെസ്പെക്ട് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ കൾച്ചർ ഷോക്ക് എനിക്ക് വന്നത് ഇവിടെ വന്നപ്പം വലിയവരെ അവരെ പേര് വിളിക്കുന്നത്. ഞാൻ റിട്ടയർമെന്റ് ഹോമിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരെല്ലാരും അവരെ പേര് വിളിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ വലിയവരെ ഇങ്ങനെ പേര് വിളിച്ചാൽ അത് ഡിസ്റെസ്പെക്ട് ആണെന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യും. പക്ഷെ ഇവിടെ വന്ന് അത് യൂസ്ഡ് ആയി. പേര് വിളിക്കാൻ അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. അല്ലെങ്കിൽ റെസ്പെക്ട് സാർ അല്ലെങ്കിൽ മാം, അങ്ങനെ ഇവിടെ അത്ര അങ്ങനെയില്ല. പേരാണ് വിളിക്കുന്നത് എത്ര വലുതായാലും. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും വലിയ കൾച്ചർ ഷോക്ക് വന്നത്. അത് യൂസ്ഡ് ആകാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ ഇപ്പൊ ഞാൻ അത് യൂസ്ഡ് ആയി വരും. ഈ ഇവിടുത്തെ എഡ്യൂക്കേഷൻ, നാട്ടിൽ 18 വയസ്സുവരെ നാട്ടിൽ പഠിച്ചതാണ്. അപ്പം ഇവിടുത്തെ എഡ്യൂക്കേഷനും നാട്ടിലത്തെ എഡ്യൂക്കേഷനും വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ഇവിടെ? അത് തോന്നിയിട്ടുണ്ട്. ഈ നാട്ടിലെന്ന് പറയുമ്പോൾ ഫുൾ ഇങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുമല്ലോ ജനറൽ. ലൈക്ക് എവറിഥിങ് വി ബൈ ഹാർട്ട് ചെയ്ത് ലൈക്ക് നമ്മൾ എഴുതുക. ലൈക്ക് ഓൾമോസ്റ്റ് 90% ഓഫ് തിങ്സ് ബൈ ഹാർട്ട്. എനിക്ക് അങ്ങനെയായിരുന്നു. എന്നിട്ട് അതിലൊരു 10% നമുക്ക് അതെങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആകെ ഒരു 30% ഉണ്ടാവുള്ളൂ ബൈ ഹാർട്ട് ചെയ്യാനുള്ളത്. ബാക്കി 10% നമ്മൾ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതായിരിക്കും. എല്ലാം പ്രാക്ടിക്കലി നമുക്ക് അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ മിക്ക കോഴ്സിനും പ്ലേസ്മെന്റ്സ് ഉണ്ട്, അതുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസ് കിട്ടുമായിരിക്കും നമ്മൾ പഠിക്കുമ്പോ തന്നെ. നമ്മൾ എന്തിലോട്ടാണ് പഠിച്ചിറങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റും മുമ്പേ തന്നെ. അത് എനിക്കൊരു വലിയൊരു, അതെനിക്കും ഒരു തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസമാണ്. കൂടുതൽ അവരിലേക്ക് നിങ്ങൾ റിയൽ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മളെ കുറെ കാര്യങ്ങള് തിയറി കുറെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. കുറെ പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ ഇപ്പം ഇത് നിന്റെ ലൈഫിൽ വന്നാൽ നീ എങ്ങനെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ചിന്തിക്കാം, നേരാണല്ലോ, ഇങ്ങനെ ശരിക്കും വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന്. ഇൻസ്റ്റെഡ് ഓഫ് ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് വെറുതെ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചെടുക്കുന്നേക്കാളും ആ ഒരു വ്യത്യാസം എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു സ്റ്റുഡന്റ് വിസയ്ക്ക് വന്നാൽ ഫസ്റ്റത്തെ ഒരു ചോദ്യമാണല്ലോ,
PR കിട്ടിയോ, അല്ലെങ്കിൽ എപ്പോഴാണ് PR കിട്ടുന്നേ, അതിന്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ അതും ഒരു ഷോക്കായിരുന്നോ? എന്ന് പറഞ്ഞാല് PR കിട്ടാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. നാട്ടിൽ IELTS ഒക്കെ 7 കിട്ടിയിട്ട് വന്ന ആളാണ് ആന്. അതുപോലെ ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, ഞാനൊരു മൾട്ടി ലിംഗ്വലാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം വെരി ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. സോ ഈയിടയ്ക്ക് എന്നെ സർപ്രൈസ് ചെയ്ത വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവൾക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ലെന്നായിരുന്നു വിചാരിച്ചു. ഇവിടെ ഡൽഹി ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്. അപ്പം ഞാൻ എന്തോ ഒരു കാര്യം കണ്ടോ രഹസ്യമായിട്ട് ടൈപ്പ് ചെയ്യുമായിരുന്നു, ഇവർക്ക് മനസ്സിലാകത്തില്ലെന്ന് വിചാരിച്ചു. എന്റെ അടുത്ത് നിന്ന് നല്ല കൂളായിട്ട് അത് വായിച്ചു. എനിക്കൊരു ഷോക്കായിരുന്നു. കാരണം ഡൽഹിയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി നന്നായിട്ട് വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു മലയാളം വായിക്കാനും പറ്റും. അപ്പൊ ഈ 3 ലാംഗ്വേജിലും ഭയങ്കര ഫ്ലുവന്റ് ആണ്. അപ്പം അതും എനിക്കൊരു ക്യൂരിയോസിറ്റി ആണ്. ഇവിടെ വന്നിട്ട് എന്തുമാത്രം ലൈക്ക് ആ ലാംഗ്വേജുകളിൽ എന്തുമാത്രം ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ പി ആർ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ ഏജൻസിമാരൊക്കെ അതിനെ നാട്ടിൽ പറഞ്ഞ പോലെ ആയിരുന്നു ഇവിടെ വന്നപ്പോ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത് ഈ PR പ്രോസസ്സിനെ കുറിച്ച്? അപ്പൊ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മലയാളം പഠിച്ചത് കാനഡ വന്നിട്ടാണ്. ഇവിടെ വന്നപ്പോ എന്റെ മലയാളം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് എല്ലാം ഫ്രണ്ട്സ് എല്ലാവരും മലയാളികളായിരുന്നു. അവരുടെ കൂടെ പറഞ്ഞാണ് ഞാൻ ഇവിടെ മലയാളം പഠിച്ചത്. ഇപ്പൊ എന്റെ മമ്മി ആയാലും എല്ലാരും പറയും, നീ അവിടെ പോയിട്ട് മലയാളം പഠിക്കാനുള്ളത് ശരിയെന്ന് പറയും, കാനഡ പോയിട്ട് ഇംഗ്ലീഷ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ മെയിൻലി നമ്മൾ ഇംഗ്ലീഷാണ്. പിന്നെ ഹിന്ദിയൊക്കെ ഇവിടെ കുറെ പേര് തെറ്റിദ്ധരിക്കും നമുക്ക് ഹിന്ദി അറിയായിരിക്കും എന്ന്. പക്ഷെ അവര് എന്താ കുറെ പേര് വിചാരിക്കും നമ്മൾ പഞ്ചാബിൽ നിന്നാണ് അല്ലെങ്കിൽ ലൈക്ക് നോർത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ഹിന്ദി അറിയാവുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അതാണ്. പക്ഷെ പിന്നെ PR കാര്യം, ഞാൻ ഇവിടെ വന്നപ്പം ഇത്ര കഷ്ടപ്പാടുണ്ടെന്നോ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടല്ല വന്നത്. ഞാൻ റിസർച്ച് ചെയ്യാതിരുന്നോണ്ടായിരിക്കും അത് എന്റെ ഭാഗത്തുള്ള തെറ്റ്. പക്ഷെ ഞാൻ വന്നപ്പം ഞാൻ ഏജൻസിനെ കാണാൻ പോയപ്പം എന്നോട് അവർ പറഞ്ഞു, A ലെവൽ അല്ലെങ്കിൽ B ലെവൽ ജോബ് കണ്ടുപിടിച്ച 1 വർഷം വർക്ക് ചെയ്ത PR ഉറപ്പ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലായത് അങ്ങനെയൊന്നുമില്ല. B ലെവൽ ജോബ് ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ Tier 1 and 2 ദാറ്റ് ഇസ് ലൈക്ക് അതനുസരിച്ച് ഓരോരോ പ്രോഗ്രാമും ഓരോരോ സ്ട്രീംസ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അത് ഇത്ര ഈസി ഒന്നുമല്ല. പോയിന്റ്സ് മീറ്റ് ആകണം. 12th കഴിഞ്ഞ് വന്നാൽ ഒട്ടും പോയിന്റ്സ് ഉണ്ടാവില്ല. അത് പോയിന്റ്സ് കൂട്ടാൻ വേണ്ടി കുറെ കഷ്ടപ്പെടേണ്ടി വരും. കുറെ പേര് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ മൂവ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആകുന്നില്ല. പിന്നെ ലോയേഴ്സിനോട് സംസാരിക്കുവാണെങ്കിൽ 4 പേരും വേറെ വേറെ അതായിരിക്കും പറയുന്നത്. എല്ലാവരും വേറെ വേറെ അത് പറയുന്നത്. ഇപ്പം എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞങ്ങൾ ഒരു 5 ലോയറോട് സംസാരിച്ചു. അത് 2 പേരും ഒരു കാര്യം പറഞ്ഞു, 3 പേരും ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഏത് ചൂസ് ചെയ്യുന്ന ഫുൾ ലൈക്ക് ഏത് ചൂസ് ചെയ്യാൻ അറിയത്തില്ല. ഇപ്പൊ തന്നെ കുറെ പേര് മൂവ് ചെയ്യണോ, ഇവിടെ നിന്നാ കിട്ടുമോ, അപ്പൊ ചിലരൊരു മൂവ് ചെയ്യണം, ചിലരൊരു മൂവ് ചെയ്യരുത്, ഇവിടെ നിൽക്കണം, പ്രോസസ് ഈസി ആക്കാനായിട്ട്. ഞാനൊക്കെ വന്ന സമയത്ത് എന്റെ കൂടെയുള്ള ഒരുപാട് പേര് തന്നെ പല പല പ്രൊവിൻസിലോട്ട് മൂവ് ചെയ്ത് സസ്കച്ചാൻ അങ്ങനത്തെ പ്രൊവിൻസിൽ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് PR കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ സസ്കച്ചാൻ പോയാൽ കിട്ടും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ അറിയുന്ന ഒരു ഫ്രണ്ട് തന്നെ അവിടെ ജോലി കിട്ടിയിട്ട് പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോ അവർ പറഞ്ഞു ജോലിയിൽ കിട്ടിയില്ല. അതപ്പോ മൂവ് ചെയ്തിട്ട് അവൻ കുറെ മാസം ജോലി ഇല്ലാതെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ എനിക്കറിയുന്ന വേറെ പുള്ളിക്കാരിയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ജോലി കിട്ടിയിട്ട് പോയാലും നമുക്ക് എത്ര ഗ്യാരണ്ടി പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അവിടെ അല്ലല്ലോ നിന്നത്. പിന്നെ ഉള്ളത് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ നല്ലോണം റിസർച്ച് ചെയ്യുക വരുന്ന മുമ്പ് തന്നെ. കാരണം കുറെ പ്രൊവിൻസിൽ അവിടെ പഠിക്കുമ്പോ അവരുടെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഒണ്ടാരിയോയിലും ഉണ്ട്, നോർത്ത് സ്കോഷ്യയിലും എല്ലാവരും ഉണ്ട്. പക്ഷെ അതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം ഏത് കോളേജസ് ചൂസ് ചെയ്യുന്നത് ലൈക്ക് നല്ലോണം ചൂസ് ചെയ്തു. കാരണം ഇവിടെ ഇപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് കോളേജ് മാറാൻ പറ്റത്തില്ല. ഞാൻ ഉണ്ടായിരുന്നു പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ലൈക്ക് എനിക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അതിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതാണ്. പിന്നെ ഇവര് പോയി നിങ്ങൾ വരാൻ വേണ്ടി ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വരരുത്. കാരണം അതായിരിക്കും ഞങ്ങൾ 3 വർഷം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് വേണം എടുത്ത് ചെയ്യാൻ വേണ്ടി. ഇപ്പം കുറെ പേര് എന്തെങ്കിലും എടുത്തോട്ട് വരാൻ വേണ്ടി വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ 3 വർഷം ജോലി ചെയ്ത് പറ്റും നമുക്ക്. അല്ലെങ്കിൽ ആ വേറെ എന്തെങ്കിലും ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് 100% ഉറപ്പ് വരുത്തിയത് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി തിരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്താലും നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. PR-ന് വേണ്ടി നിൽക്കുന്നേ പറ്റുമായിരിക്കും. ചിലപ്പോൾ അവിടെ വേറെ ഓപ്ഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ PR-നെ ഹെൽപ്പ് ചെയ്യുന്ന ഫീൽഡാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്നേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മള് ഇവിടെ വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും റിസർച്ച് നടത്തുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മുൻപ് വന്നിട്ടുള്ള ആൾക്കാരോട് ഒരു കുറച്ച് പേരോടെങ്കിലും വിളിച്ചൊന്ന് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഇവിടെ വരിക. അല്ലെങ്കിൽ സ്ട്രഗിൾ ഈസ് റിയൽ. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും.
അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം സ്ട്രഗിൾ ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷെ എനിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ 13 വർഷം മുമ്പ് ഇവിടെ വന്ന ആളാണ്. അപ്പം എന്റെ അടുത്ത് ഇപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ നല്ലൊരു റിസോഴ്സ് അല്ല. കാരണം ഇവിടുത്തെ കാനഡയിലെ നിയമം എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം 13 വർഷം മുന്നേ വന്ന എന്നോട് എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ, കാനഡയിൽ എങ്ങനെയാ വന്നത്, അതിന്റെ പ്രോസസ് ഒക്കെ. പക്ഷെ അത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ അവരെ റീഡയറക്ട് ചെയ്യുന്നത് അതിന്റെ കാനഡയിലെ വെബ്സൈറ്റ് ഉണ്ട്, അത് പോയി നോക്കാനാണ് പറയാറ്. കാരണം ഞാൻ അന്ന് വന്ന നിയമമല്ല ഇന്നത്തെ നിയമം. ഇവര് എപ്പോഴും കാനഡിയൻ വെബ്സൈറ്റിൽ പുതിയ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പുതിയതായിട്ട് കാനഡയിൽ വന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം വരാൻ. എന്നെ പോലുള്ള ആൾക്കാർ ഞാൻ പൊതുവെ തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കാറില്ല. പക്ഷെ എന്റെ ഇപ്പം ആൻ വന്നതിന് ശേഷം തന്നെ നിയമം മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ ഒരു കാര്യം കൂടെ, പിന്നെ നമ്മൾ ഈ നിയമം മാറുന്നതനുസരിച്ച് ഇപ്പോ ഇവിടെ പോയ PR കിട്ടും, ഇപ്പൊ ഇവിടെ ഇത് മാറി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കുറെ ആൾക്കാർ അവിടെ പോയാൽ അത് വീണ്ടും മാറാൻ ചാൻസ് ഉണ്ട്. എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാം. അല്ലെങ്കിൽ അയ്യോ അവിടെ പോയിട്ട് ഇത് മാറി ഇനി തിരിച്ചു വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ പറ്റത്തില്ലെങ്കിലും പറ്റും. പക്ഷെ അത് നമുക്ക് നമ്മളുടെ സ്ട്രഗിൾ ആണ്, എക്സ്ട്രാ സ്ട്രഗിൾ ആണ്. അപ്പം അത് ഒന്ന് നോക്കിയിട്ട് വരണം. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ഇന്ത്യനെ മിസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്? കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരുപാട് പേര് വേറെ രാജ്യത്ത്, ഇപ്പം എവിടെയിലായിക്കോട്ടെ, UK കാനഡയിലായിക്കോട്ടെ, US മൂവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആദ്യം പറയും, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് പോകും എന്ന് പറയുന്ന ഒരുപാട് പേര് തിരിച്ചു പോകാറില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇഫ് ജെന്യുവൻലി ആ രാജ്യത്ത് അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. പക്ഷെ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ഇന്ത്യനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നില്ല? അപ്പൊ ഇവിടെ എന്തോ നല്ലതുണ്ടല്ലോ, എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. ഐദർ അത് നമ്മൾക്ക് കൂടുതൽ ഫ്രീഡം ആകാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാകാം. അപ്പം ചില കാര്യങ്ങളിൽ ഞാൻ തന്നെ പറയാറുണ്ട്, സോ ഈ ഒരു കാര്യം ഞാൻ ഇന്ത്യയിൽ മിസ് ചെയ്യുന്നില്ല എന്ന്. അപ്പം അത് ഇനി ഈവൻ ഓണമൊക്കെ വരുവാണ്. അപ്പൊ ഓണത്തിന്റെ പരിപാടികളെക്കാളും ഇവിടെയാണ് കൂടുതൽ ഫംഗ്ഷൻസ് ഒക്കെ നാട്ടിലേക്കാളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. നാട്ടിൽ ഞാൻ ഓണം കൂടിയതിനേക്കാളും ആഘോഷിച്ചതിനേക്കാളും ഇവിടെയാണ് ഞാൻ ആഘോഷിച്ചിട്ടുള്ളത്. അതുപോലെ പല കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ ഇന്ത്യനെ ഇത് മിസ് ചെയ്യുന്നു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഇന്ത്യനെ ഞാൻ മിസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് ഈ ഒരു കാര്യം ഈ പർട്ടിക്കുലർ കാര്യം ഞാൻ ഇന്ത്യയിൽ മിസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇവിടെയാണ് അതിൽ കൂടുതൽ ഫ്രീഡം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇന്ത്യനെ മിസ് ചെയ്യുന്നതും മിസ് ചെയ്യാത്തതുമായ എന്തെങ്കിലും മൊമെന്റ്സ് തോന്നിയിട്ടുണ്ടോ? അത് കുറെ വട്ടം തോന്നുള്ളൂ. മിസ് ചെയ്യുന്നത് മമ്മിയുടെ ഫുഡ്, അവിടുത്തെ ഫ്രണ്ട്സ്, പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി തിരക്ക്, എല്ലാത്തിനും നമ്മൾ ബിസി ആയിരിക്കും. അവിടെ ഡിഗ്രിയിൽ മിക്ക ആൾക്കാരും പാർട്ട് ടൈം ഒന്നും ചെയ്യാറില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ടൈം ഉണ്ട്, ഫ്രണ്ട്സോടെ കറങ്ങാൻ പറ്റും. അങ്ങനെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി ആ സമയത്തായിരിക്കും കുറച്ച്. പിന്നെ സ്ട്രെസ് റിലീവ് അവിടെ കുറവായിരിക്കും. കാരണം ഇവിടെ നമ്മൾ സ്വന്തം റെന്റ് നോക്കണം, ഫൈനാൻസിങ് നോക്കണം, എല്ലാം നമ്മൾ തന്നെ നോക്കണം. അപ്പം അവിടെ അതൊന്നും ഇല്ലല്ലോ. വീട്ടുകാർ പൈസ തരുന്നു, നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, ഇറങ്ങുന്നു. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു, ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഈസ് പ്രോ ടു എനിക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റി. എനിക്ക് മണി മാനേജ്മെന്റ് വരും. എനിക്ക് സ്വന്തമായി ഞാൻ ഇപ്പോഴേ തുടങ്ങി, ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ഫ്യൂച്ചർ പ്ലാനിങ് ഞാൻ സ്വന്തമായി എനിക്ക് ഇപ്പോഴേ തുടങ്ങാം. എങ്ങനെയാണ് എത്ര കാശിട്ട് അതെങ്ങനെ സേവ് ചെയ്യണം, അതൊക്കെ നമ്മൾ പഠിച്ചു വരും. അത് എനിക്ക് പിന്നെ ഇന്ത്യയിൽ മിസ് ചെയ്യാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ആൾക്കാരെ അങ്ങനെ അന്വേഷിക്കാൻ വരത്തില്ല. സ്വന്തം കാര്യം ചെയ്ത് നമുക്ക് സ്വന്തമായി അത് ചെയ്ത് പോകാം. ജഡ്ജ്മെന്റ് കുറവാ. ഇവിടെ എന്ത് ചെയ്താലും ഞാൻ പറയുന്നത് അതിൻ്റെതായ അതുകൊണ്ട് അതുകൊണ്ട് അവർ ജഡ്ജ്മെന്റ് വരത്തില്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും അവരുടേതായിട്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ആരും ഇവിടെ ജഡ്ജ് ചെയ്യുവാണെങ്കിൽ കുറച്ച് പേര് ചെയ്തില്ല, ഒട്ടും ചെയ്യത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ചെയ്യും, കുറച്ച് പേര് ചെയ്യുള്ളൂ. നാട്ടിലെ ഏതെങ്കിലും ഒരു റാൻഡം അങ്കിൾ ആന്റിക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു കാര്യം അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ജെൻഡർ റോൾസിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ? അത് കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് നാട്ടിലേക്കാളും എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ? ഇപ്പം കുറെ സിറ്റുവേഷൻ നാട്ടില് ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയുന്ന സിറ്റുവേഷൻ ഇവിടെ ഒന്നും അതൊരു പ്രശ്നമേ അല്ല. ഇപ്പം കുറച്ചും കൂടെ എനിക്ക് സേഫ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് രാത്രി ഇറങ്ങി നടക്കാനും. എനിക്കൊരു സേഫ്, അതൊരു വലിയ കാര്യമാണ്. അതൊരു വലിയ കാര്യമേ അല്ല. അത് സത്യം പറഞ്ഞാല്
അത് നമ്മൾ ജെൻഡർ പറയുമ്പോൾ അത് നമ്മൾക്കേ അത് മനസ്സിലാകത്തുള്ളൂ, അതിന്റെ ആ ഒരു ഭീകരത നമുക്കേ മനസ്സിലാകത്തുള്ളൂ. ഞാനും ഡൽഹിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ഡൽഹിയിലൊക്കെ എന്റെ ജോലി കഴിഞ്ഞ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ എപ്പോഴും എന്റെ പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് ആ ഒരു സമയത്തെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്റെ ജോലി കഴിയുന്ന സമയം അതാണ്. എനിക്ക് കാശ് കിട്ടണമെങ്കിൽ ജോലി ചെയ്യണം. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലിറങ്ങുന്ന എനിക്ക് വരെ പോയിന്റ് എ മുതൽ പോയിന്റ് ബി ഞാൻ വീട്ടിലെത്തുന്നതിനും വരെ എനിക്ക് ടെൻഷനാണ്. ദൈവമേ ഞാൻ വേറെ ഒരു ആഗ്രഹവും ആ സമയത്ത് എനിക്കില്ല, വേറൊരു ലൈഫ് കോഡും ഇല്ല, സേഫ് ആയി വീട്ടിലെത്തണം എന്ന് മാത്രം. അപ്പൊ അതൊക്കെ പിന്നെ സ്വന്തമായിട്ട് കാറുണ്ട് തന്നെ. അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതൽ ഫ്രീഡം, നമുക്ക് നമ്മളെ കൂടുതൽ നമുക്ക് ഒരു സ്ഥലത്ത് രാത്രി പോകണമെങ്കിൽ നമുക്ക് രാത്രി പോകുന്നു, നമുക്ക് സാധനം തിരിച്ചു വരുന്നു. അതൊക്കെ ഒരു ഭയങ്കര സേഫ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഹോംലെസ് പേഴ്സൺ ഞാൻ ഓടിപ്പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത്ര സേഫ് അല്ലെങ്കിലും ലൈക്ക് ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി ഇവിടെ സേഫർ ആണ്. പിന്നെ കാർ എടുത്ത കാര്യം, ഇപ്പൊ ഞാൻ നാട്ടില് 19-20 വയസ്സിൽ കാർ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്ക് ഞാൻ കോളേജ് പഠിച്ച അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോ തന്നെ കുറെ പേര് അവര് കോളേജ് കഴിഞ്ഞവരെ ചിലർ കോളേജിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാർ എടുക്കും. കുറച്ച് പെട്ടെന്ന് നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. അല്ല, അത് നമ്മുടെ ഫ്യൂച്ചറിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റേതായ സ്ട്രെസ് അതിന്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ ബാച്ചിലേഴ്സ് നാട്ടിലാണ് പഠിച്ചത്. ഇന്ത്യയിൽ പഠിച്ച സമയത്ത് ഞാനൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നു. എനിക്കൊന്നും അറിയണ്ട, പഠിച്ചാൽ മാത്രം മതി. പാർട്ട് ടൈം ജോലി ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. വീട്ടുകാർ ചെലവിന് എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിലാണ് ചെയ്തത്. എഡ്യൂക്കേഷൻ ഫീസ് ആണേലും ഹോസ്റ്റൽ ഫീസ് ആണേലും എല്ലാം വീട്ടുകാർ അടയ്ക്കുന്നു. നമ്മൾ വെറുതെ പോകുന്നു, പഠിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാം അങ്ങനെയല്ല. ഫ്രണ്ട്സിനൂടെ കറങ്ങി നടക്കാൻ എനിക്ക് ഹോസ്റ്റലായിട്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. പക്ഷെ എങ്കിലും എന്താ പറയുക, വേറെ ഒന്നും ചിന്തിക്കാം. ആ ഒരു പഠിക്കുന്ന മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഇതെല്ലാം ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. നമ്മൾ കൂടുതൽ എന്താ പറയുന്നത് സ്ട്രെസ് കൂടുതലായിരിക്കും വെളിയിൽ തന്നെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരു മില്ലേനിയലാണ്. അപ്പം ജെൻസിനെ കുറിച്ച്, നിങ്ങളെപ്പോലുള്ള ജെൻസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര പ്രൗഡാണ് ഞാൻ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എന്നെക്കാളും പെട്ടെന്ന് പക്വത വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെക്കാളും നല്ല ലൈഫ് ഡിസിഷൻസ് എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒക്കെ ഏജിലുള്ള ആൾക്കാരെക്കാളും ജഡ്ജ്മെന്റ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പുതിയ കുട്ടികൾക്ക്. അപ്പൊ അതിലൊക്കെ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പം എന്തെങ്കിലും ഒരു എന്റെ ഒരു റാപ്പപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്തെങ്കിലും ഒരു ഫേവറേറ്റ് കോട്ടുണ്ടോ ആനെ ഷെയർ ചെയ്യാന്, ആനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വരുമ്പോൾ ആനെ ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ജീവിതത്തിലൊരു എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുമോ? അതൊരു മൂവിയുടെ കോട്ടാണ്. എന്താ, ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ബ്ലാക്ക്മെയിൽ യുവർ പ്രസന്റ് ടു റൂയിൻ എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ. അത് നമ്മളെല്ലാരും ചെയ്യുന്നതാണ്. നമ്മൾ പാസ്റ്റിൽ ഇത് ചെയ്തല്ലോ, അല്ലെങ്കിൽ അത് ആലോചിച്ചിരിക്കാൻ, അതിനിപ്പോ നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മൾ കളയുന്നത്. അത് പോയി, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് പോയി. നമുക്കതിനെ എന്തെങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യാം. ഒന്നും പറ്റത്തില്ലെങ്കിൽ നമുക്ക് അതിനൊന്നും ചെയ്യാം. നമുക്ക് അത് ആലോചിച്ച് വെറുതെ നമ്മുടെ സമയം കളയാതെ നമ്മളത് പാസ് ആണ്. ഇപ്പം I did that. Now we have to decide like what I can do different. Like if അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യും, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യാം. ഫ്യൂച്ചറിൽ നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും അതും ആലോചിച്ച് നമ്മളിപ്പം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അയ്യോ ഞാൻ എന്നാലും ആ സമയത്ത് അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കളയാൻ പാടില്ല. അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കോട്ട്. ഇപ്പം എന്താ ഒരു അഡ്വൈസ് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ വരുന്ന പിള്ളേരോട് എന്താ, ഒന്നാമത് കുറെ പേര് സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവര് എന്താ ഇവിടെ വന്നിട്ട് പഠിക്കത്തില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു വട്ടം ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ കുറെ പേര് പഠിച്ചില്ലെങ്കിൽ ലൈക്ക് എന്താ അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറെ പേര് പഠിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ വരുന്നത്, ഇവിടെ നിൽക്കാൻ വേണ്ടിയല്ലേ വരുന്നത്. അപ്പൊ ആ പഠിത്തം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പക്ഷെ നമ്മൾ ആ ഒറ്റ ഒരു വട്ടം നമ്മൾ ആ അത്രയും ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യം വരികയുണ്ട്. കാരണം നമ്മൾ ഇത്രയും ഫീസ് കൊടുത്തിട്ടാണ് വരുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറെ പേര് അറിഞ്ഞു എന്താ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വീണ്ടും വീണ്ടും ഇത്രയും പൈസ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വർക്ക് പെർമിറ്റിലാകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ വി ഹാവ് ഓൾ ടൈം വർക്ക് അതൊരു സത്യമാണ്. കാരണം ഞാൻ അത് ഒരുപാട് കേട്ടുള്ള കാര്യമാണ്. ഞാൻ വന്നപ്പോഴും ടെക്നിക്കലി
സ്റ്റുഡന്റ് വിസയ്ക്ക് ആൾക്കാർ വരുന്നത് ഇവിടെ സെറ്റിൽ ആവാനായിട്ടാണ്, പഠിക്കാനായിട്ടല്ല. പഠിക്കാൻ വേണ്ടി. ആ പഠിക്കുന്ന കാര്യത്തിൽ നിന്നും നമ്മൾ പ്രൈമറിലി വന്ന ആ കാര്യത്തിൽ നിന്നും മാറിപ്പോകുന്നത്. എല്ലാരും വരുമ്പോ തന്നെ കുറെ വർക്ക് ചെയ്യും, ഫുള്ള് വർക്ക് ആയിരിക്കും, കോളേജ് വരത്തില്ല. അപ്പൊ അതിന്റെ ഒക്കെ നല്ല നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് പെർമിറ്റിലാവുമ്പോൾ നമുക്ക് കുറെ വർക്ക് ചെയ്യാമല്ലോ, എത്ര വേണമെങ്കിലും വർക്ക് ചെയ്തോ. അപ്പൊ അതാണ് ഞാൻ ആലോചിക്കും, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ വേസ്റ്റ് ആകത്തില്ല, അതൊന്നും ചെയ്യത്തില്ല. എനിക്കിപ്പോ ചേച്ചിയോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മള് അങ്ങനെ തിരിച്ചു ചോദ്യമല്ല, അങ്ങനെ വേണം. അപ്പൊ ചേച്ചി ഇപ്പൊ 10 വർഷം മുമ്പ് ചേച്ചിയോട് ചേച്ചി എന്ത് പറയും? ഇപ്പൊ ചേച്ചിക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, എന്തെങ്കിലും തിരുത്താൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് വുഡ് യു ചേഞ്ച് അബൌട്ട് യുവർ സെൽഫ്? ഞാൻ ഡീപ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ചോദിച്ചാല് 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭയങ്കര ഡിഫറെന്റ് പേഴ്സൺ തന്നെയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ 20s ഞാൻ നിങ്ങളെ പോലെ അതല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പ്രൗഡാണ് എന്റെ പുതിയ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എന്റെ പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. പിന്നെ ഞാൻ വേറൊരാൾ എന്നെ ഹാപ്പി ആക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ ആരെങ്കിലും ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ ഇരിക്കുമായിരുന്നു. ഇന്ന ആളെന്നെ ഹാപ്പി ആക്കണം, അല്ലെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചത് വെൻ ഐ ഹിറ്റ് മൈ 30 ഐ വാസ് ലൈക്ക് എന്നെ തന്നെ ഹാപ്പി ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാക്കിയത് എന്റെ 30ലാണ്. ഐ വിഷ് എന്റെ 20ൽ എനിക്കിത് മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടേനെ. എന്റെ ലൈഫ് ഡിസിഷൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പേഴ്സണാലിറ്റി വൈസ് ഉള്ള ഡിസിഷൻസ് എനിക്ക് എന്റെ കരിയർ ഡിസിഷൻസ് അല്ല, പേഴ്സണാലിറ്റി വൈസ് ഉള്ള ഡിസിഷൻസ് ഒക്കെ എന്റെ ചിലപ്പോൾ മാറിയേനെ. കാരണം നമ്മളെ ഹാപ്പി ആക്കേണ്ടതിന്റെ എന്താ പറയുക ഉത്തരവാദിത്വം നമ്മളുടെ ആണ്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ വിചാരം എന്നെ ഹാപ്പി ആക്കേണ്ട ഉത്തരവാദിത്വം വേറൊരാളുടേതാണായിരുന്നു. പക്ഷെ എനിക്ക് 30 വയസ്സായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഹാപ്പി ആക്കേണ്ട ഉത്തരവാദിത്വം എന്റെ തന്നെയാണ്, വേറൊരാളുടേതും അല്ല. നമുക്ക് ആ ഒരു ബർഡൻ ആണത് വേറൊരാൾക്ക് കൊടുക്കുന്നത്. നമ്മള് നിങ്ങൾ എന്നെ ഹാപ്പി ആക്കണം എന്ന് പറയുന്നത് അവരോട് തന്നെ ചെയ്യുന്ന അൺഫെയർനെസ് ആണ്. എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്റെ സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഞാനൊരു 30 വയസ്സായപ്പോഴാണ്. എന്റെ 20സിലായിരുന്നു ഞാൻ കൂടുതൽ ജഡ്ജ് ചെയ്തിരുന്നത്. അത് ഭയങ്കര ഫണ്ണിയല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ 30s ആയപ്പോ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാറില്ല. 20s ആയിരുന്നപ്പോ ഞാൻ ഒരുപാട് ജഡ്ജ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ താങ്ക്ഫുള്ളി പ്രായം കൂടുതലനുസരിച്ച് ഞാൻ ജഡ്ജ് ചെയ്യുന്നത് കുറഞ്ഞു. എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തും ഞാൻ ജഡ്ജ് ചെയ്താൽ. അപ്പൊ ഞാൻ 20 വയസ്സായപ്പോ ഞാൻ ജഡ്ജ് ചെയ്യുന്ന ആളായിരുന്നു മനസ്സിൽ. താങ്ക്ഫുള്ളി ഞാൻ വെളിയിൽ പറയത്തില്ലായിരുന്നു. പക്ഷെ സത്യമായിട്ട് ഞാൻ 20 വയസ്സൊക്കെ ആയപ്പോ ആ സൊസൈറ്റിയിൽ നോംസ് ആയിരുന്നു ശരിയെന്ന് വിശ്വസിച്ച് സൊസൈറ്റി പറയുവാണ് ഇത് തെറ്റാണ്, അപ്പൊ തെറ്റാണ്. പക്ഷെ എന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഞാൻ 30 വയസ്സിലാണ് തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഹിപ്പോക്രസി ഒക്കെ മനസ്സിലാവുന്നതും ആൾക്കാരെ ജഡ്ജ് ചെയ്യാതിരിക്കുന്നതും ഒക്കെ എനിക്ക് 30സിൽ വന്നൊരു മാറ്റമാണ്. മേ ബി എന്റെ സറൗണ്ടിങ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊരു താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഫോർ ജോയിനിങ് വിത്ത് മീ. താങ്ക് യു വെരി മച്ച്.